ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് യാർഡിൽ നിന്ന് ലോഡ് എടുത്ത് ഒരു സൈറ്റിൽ കൊണ്ടിടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ യാർഡിൽ നിന്ന് ലോഡ് എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ സൈറ്റിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല. സാധാരണ മഴ പെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ വണ്ടി കയറാറില്ല. അപ്പോൾ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ യാർഡിലോട്ട് പോയി ലോഡ് എടുക്കാനായിട്ട്. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ നേരെ യാർഡിലോട്ട് പോയി ലോഡ് കയറ്റിയിട്ട് സൈറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ യാർഡിലോട്ട് പോയി. അപ്പോൾ നമ്മൾ യാർഡിലെത്തിയപ്പോഴത്തേക്ക് സാധാരണ ഈ സമയത്തൊക്കെ നല്ല വണ്ടി ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് യാർഡിൽ പൊതുവെ വണ്ടികൾ കുറവാണ്. അപ്പോൾ ചെന്നപ്പോൾ ഒരു വണ്ടി ലോഡ് കയറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലോഡൊക്കെ കയറ്റിയിട്ട് വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി മാറിയിട്ട് വേണം നമ്മളെ വണ്ടി പിടിക്കാനായിട്ട്. അപ്പോൾ ആ വണ്ടി ലോഡുമായിട്ട് പോയി. അതിനുശേഷം നമ്മളെ വണ്ടി പിടിച്ചു. അപ്പോൾ ഇതിലോട്ടിനി ലോഡെന്ന് പറയുന്നത് പീസാൻ്റാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ അവിടെ പൂശിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പീസാൻ്റാണ് നമ്മൾ ലോഡ് എടുക്കുന്നത്. അപ്പോൾ അവൻ ലോഡ് കയറ്റി തുടങ്ങി. അപ്പോൾ ഇതിൽ ലോഡ് എടുത്തിട്ട് നമ്മൾ നേരെ സൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നേരത്തെ മഴ പെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ നമ്മൾ വേറൊരു പ്ലോട്ടിൽ കയറ്റിയാണ് വണ്ടി തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. അപ്പോൾ ലോഡൊക്കെ കയറ്റി ഇനി വെട്ടി നിരത്താനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെട്ടി നിരത്തിയിട്ട് നമുക്ക് നേരെ സൈറ്റിലോട്ട് പോവാം. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സൈറ്റുകളും ഇപ്പോൾ പെൻഡിങ് ആണ്. ലോഡൊക്കെ കുറവാണ്. ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ള സാഹചര്യമാണ്. കാരണം എല്ലാ ദിവസവും മഴ ആയതുകൊണ്ട് തന്നെ ലോഡ് ഓട്ടം കുറവാണ്. അതുപോലെ തന്നെ സൈറ്റുകളും ഏറെക്കുറെ എല്ലാം മോശം അവസ്ഥയിലാണ്. അപ്പോൾ ലോഡ് ഇട്ടപ്പോഴത്തേക്ക് ബാക്കിൽ കുറച്ച് മണ്ണ് ഷോർട്ടേജ് ഉണ്ടത്. അപ്പോൾ അതാണ് വെട്ടിക്കോരി ഇട്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലോഡുമായിട്ട് ഇറങ്ങി നേരെ സൈറ്റിലോട്ടാണ് പോകുന്നത്. സൈറ്റിൽ ചെന്നപ്പോഴത്തേക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ റോഡിൽ പൈപ്പിൻ്റെ കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം അവിടെ ഉള്ള ആളിനറിയായിരുന്നു. പക്ഷേ പുള്ളി അത് വിചാരിച്ചത് വണ്ടി ഇത്രയും താഴുമെന്ന് പുള്ളി ഒട്ടും വിചാരിച്ചില്ല. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് പുള്ളി തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു ടയർ മൊത്തം അങ്ങ് താന്ന് വണ്ടിയുടെ ഹൗസിങ്ങും സ്റ്റെപ്പിനും എല്ലാം കൂടെ റോഡിൽ ഇടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അവിടെ വെള്ളക്കെട്ടായതുകൊണ്ട് ആ കുഴിയുടെ കേസ് ഞാൻ കണ്ടില്ലായിരുന്നു. പുള്ളിയോട്ട് പറഞ്ഞതുമില്ല. പുള്ളിയെ കുറ്റം പറഞ്ഞൊരു കാര്യം. കാരണം പുള്ളിക്ക് അറിയത്തില്ല അത് ഇത്രയും വലിയ കുഴിയാണെന്നുള്ളത്. ലോഡും വണ്ടിയായിട്ട് നമ്മളൊരു ചെറിയ കുഴി ചാടിയാൽ പോലും ചിലപ്പം അവിടെ കൊണ്ടങ്ങ് ഇരുത്തി വണ്ടി മൊത്തത്തിലങ്ങ് താന്നുകളയും. അപ്പോൾ ഇതും അതേ കണക്കായിരുന്നു. കാരണം പൈപ്പ് കുഴി ആയതുകൊണ്ട് വലിയൊരു കുഴിയായിരുന്നു. വണ്ടി മൊത്തത്തിലങ്ങ് താന്ന് ഹൗസിങ് ഇടിച്ച് സ്റ്റെപ്പിന് ഇടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞുവെങ്കിൽ പിന്നെ JCB വിളിച്ച് എനിക്ക് വണ്ടി കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി തന്നെ ഒരു JCB വിളിച്ചു. നമ്മൾ കുറേ നേരം കാത്തതിന് ശേഷം ഒരു JCB വന്നു. എന്നിട്ട് അവൻ ആദ്യം ആ വണ്ടി ഒന്ന് തള്ളി കയറ്റാനായിട്ട് നോക്കി. കാരണം ഇത്രയും ലോഡ് ഇരിക്കണതുകൊണ്ട് കയറുമില്ല എന്നുള്ള സംശയം കാരണം ഒന്ന് തള്ളി നോക്കി. പക്ഷേ വണ്ടി കയറത്തില്ല എന്ന് മനസ്സിലായി. കാരണം ഈ മഴയും പെയ്ത് നല്ല നനഞ്ഞു കിടക്കുന്ന മണ്ണായിരുന്നു. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ തള്ളി നോക്കിയിട്ട് കയറുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ പകുതി ലോഡ് നമുക്കവിടെ ഇറക്കിയിട്ട് തള്ളി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പകുതി ലോഡ് JCBക്ക് തന്നെ ബക്കറ്റിന് കോരി അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ JCBക്ക് ആ ലോഡ് പകുതി കോരി ആ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇട്ടതിന് ശേഷം തള്ളി നോക്കാമെന്ന് പറഞ്ഞു. നനഞ്ഞു കിടക്കുന്ന മണ്ണായതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 1/4 ലോഡ് മണ്ണ് അവിടെ തട്ടിയതിന് ശേഷം നമ്മൾ JCBക്ക് ഒന്നുകൂടെ ഒന്ന് തള്ളി നോക്കി. തള്ളിയപ്പോൾ തന്നെ ഒറ്റ തള്ളിൽ തന്നെ വണ്ടി മുകളിലോട്ട് കയറി. വലിയ പ്രയാസമില്ലാതെ കാൽഭാഗം ലോഡ് ഇറങ്ങിയതുകൊണ്ട് തന്നെ വണ്ടി വലിയ പ്രയാസമില്ലാതെ വണ്ടി അങ്ങ് കയറി. ഇനി വേറൊരു വഴിയുണ്ട്. ആ വഴി കറങ്ങി വീട്ടിലോട്ട് കയറാമെന്നുള്ള രീതിയിലായി. അതൊരു ഇടുങ്ങിയ വഴിയായിരുന്നു. അപ്പോൾ പുള്ളി അതുവഴി വണ്ടി വരത്തില്ല എന്ന് വിചാരിച്ചാണ് പുള്ളി ഇതുവഴി കയറ്റിയത്. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള കുഴിയുടെ കാര്യം പുള്ളി നമ്മളോട് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അപ്പുറം വഴി കറങ്ങി നേരെ സൈറ്റിലോട്ട് കയറി ലോഡ് തട്ടി. എന്തായാലും വേറെ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ വണ്ടി മുകളിലോട്ട് കയറി നമ്മൾ സൈറ്റിലെത്തി. വണ്ടി ലോഡ് തട്ടിയിട്ട് അപ്പോൾ പുള്ളി ആകെ വിഷമത്തിലായിരുന്നു. കാരണം ഇങ്ങനൊരവസ്ഥ പുള്ളിക്ക് ഇതുവരെ അവിടെ വന്നിട്ടില്ല. കാരണം പുള്ളിയും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയും വലിയ കുഴിയായിരിക്കും എന്നുള്ള കാര്യം. അങ്ങനെ നമ്മളവിടെ ലോഡൊക്കെ തട്ടി രാവിലെ തന്നെ നല്ലൊരു പണിയും മേടിച്ച് നമ്മൾ ലോഡൊക്കെ തട്ടി നേരെ വെളിയിലോട്ട്
ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.